സമയം ഒരു 6 മണിയായിട്ടുണ്ടാവും ഇവിടെ. എന്നാ വെയിലാണല്ലേ. പക്ഷെ ഒരു 2 മണിക്കൂർ മുന്നേ മഞ്ഞും മഴയും ഒരുമിച്ച് പെയ്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ജർമ്മനിയിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയൊരു പുതിയ ഹാബിറ്റാണ് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നടന്നു പോവുക എന്നുള്ളത്. പക്ഷെ നടക്കാനുള്ള ദൂരമാണെങ്കിൽ മാത്രം കേട്ടോ. ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു ജർമ്മൻ ചർച്ചിലെ ബൈബിൾ സ്റ്റഡിക്ക് പോകുന്ന പോക്കായത് കേട്ടോ. ഇവിടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. സാധാരണ ഏതെങ്കിലും യൂറോപ്യൻ ഡിഷസ് ആണേ ഉള്ളത്. ഇന്നിപ്പോൾ ഉള്ളതൊരു ഫ്രഞ്ച് ഡിഷായ ക്വീഷാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ജർമ്മൻസിനെ കുറിച്ച് പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ് ഇവർ ഭയങ്കര അൺഫ്രണ്ട്ലി ആണെന്നുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ പേഴ്സണൽ സ്പേസിനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. കാര്യം കൂട്ടാവാൻ കുറച്ച് സമയമൊക്കെ എടുക്കുമെങ്കിലും വൺസ് നമ്മളെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ ഇവരുടെ അത്രയും ലോയൽ ആൻഡ് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം കേട്ടോ പറയാൻ. കാര്യം ബൈബിൾ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞാലും എല്ലാ റിലീജിയനിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ് ഇത്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റിനെ കുറിച്ചായിരുന്നു കേട്ടോ. യൂറോപ്യൻസ് പൊതുവെ അവരുടെ സറൗണ്ടിങ്സ് ഒക്കെ ഭയങ്കര പ്രസന്റബിൾ ആയിട്ട് വെക്കാൻ ഒരുപാട് എഫേർട്ട് ഇടുന്ന ആൾക്കാരാണ് കേട്ടോ. കാര്യം ഞങ്ങളുടെ ഈ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു 1.5-2 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ഈ മീറ്റിംഗ് നടന്ന ഹാള് അവർ നല്ല എഫേർട്ട് എടുത്താട്ടോ അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കോർഡിനേറ്റർ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഫ്ലവേഴ്സൊക്കെ ഞങ്ങൾ ഗേൾസിന് തന്നു കേട്ടോ. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നല്ല ക്ലിയർ സ്കൈ ആയിരുന്നു കേട്ടോ ആ സമയത്ത്. ഇവിടെ പൊല്യൂഷൻ കുറവായതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്കൈ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആകാശത്ത് നോക്കി നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചിതാ ഡോമിലേക്ക് നടന്നു കേട്ടോ. ഡോമിലെത്തി കഴിഞ്ഞിട്ട് ഇന്നത്തെ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആട്ടോ ഞാൻ ഇരുന്ന് എഴുതുന്നത്. അല്ലെങ്കിൽ അടുത്ത മീറ്റിംഗ് ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാം മറന്നുപോകും. ഇന്നത്തെ മീറ്റിംഗിൽ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു പോയിന്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഓർത്തു കേട്ടോ. Christianity doesn't mean that you are better than others. നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വെച്ച് നമ്മൾ മറ്റുള്ളവരെക്കാളും ബെറ്റർ ആവുന്നുണ്ടോ? ശരിക്കും അതാണോ നമ്മൾ ചെയ്യേണ്ടത്? We should try to be better than our past self, right? ശരിക്കും അതല്ലേ എല്ലാ റിലീജിയൻ്റെയും ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് മൈ പോയിന്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന്. ബൈ ബൈ.